കാലിക്കറ്റ് സ്റ്റഡി ട്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിൽ അവർക്ക് സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ 4th സെമസ്റ്റർ എക്സാം ഇന്ന് തുടങ്ങി. 11-ാം തീയതി ഇന്ന് തുടങ്ങി. നാളെ 12-ാം തീയതി നാളെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ 6th സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരുമെന്ന് അറിയാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നാളെ 6th സെമ്മിൻ്റെ റിസൾട്ട് വരും. അതിലെന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ആ റിസൾട്ട് വരുന്നതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ. ഇനി നിങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട 1-2 കാര്യങ്ങളാണ് ആ വീഡിയോയിൽ പറയുന്നത്. ഒന്ന്, നിങ്ങളുടെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ റിസൾട്ട് നന്നായിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടോട്ടൽ നിങ്ങൾക്ക് എത്രയാണോ CGPA കിട്ടിയത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. എത്ര പെർസെൻറ്റേജാണ് നിങ്ങൾക്ക് ടോട്ടൽ CGPA കിട്ടിയതെന്ന്. അത് നിങ്ങളുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും SGPA എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് CGPA കണ്ടുവയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങളുടെ എൻട്രൻസ് എക്സാമും അഡ്മിഷൻ കാര്യങ്ങളൊക്കെ വരും. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ എൻട്രൻസ് എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും, അഡ്മിഷൻ കാര്യങ്ങളൊക്കെ നടക്കും. ആ സമയം നിങ്ങളുടെ ടോട്ടൽ CGPA മാർക്ക് ഡിഗ്രിക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടിയെന്ന് വേണ്ടി വരും. അപ്പം നിങ്ങൾക്ക് ആ മാർക്ക് വേണ്ടി വരും. അതിന് വേണ്ടി നിങ്ങൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു 3-4 വീക്സ് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യും. അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടലിൽ പോയിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. വന്ന റിസൾട്ടൊക്കെ കറക്റ്റാണോ, അഥവാ നിങ്ങൾ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇമ്പ്രൂവ്മെൻറ്റ് മാർക്കൊക്കെ അതിൽ ആഡ് ആയിട്ടുണ്ടോ, നിങ്ങൾക്ക് NSS ഗ്രേസ് മാർക്ക്, സ്പോർട്സ് ഗ്രേസ് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അതിനകത്ത് ഏഡായിട്ടുണ്ടോ, അങ്ങനെയുള്ള നിങ്ങളുടെ എല്ലാ ഇൻഫർമേഷനും അതിനകത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതൊക്കെ കറക്റ്റാണോ നോക്കുക. ഇങ്ങനെയുള്ള 1-2 കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഇനിയിപ്പോൾ റിസൾട്ട് വന്ന് കുറച്ച് കഴിയുമ്പോഴത്തേന് പെട്ടെന്ന് അഡ്മിഷൻ കാര്യങ്ങൾ, എൻട്രൻസ് എക്സാം ഒക്കെ തുടങ്ങും. അപ്പോൾ അതിൻ്റേതൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് അപ്ഡേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ കാര്യങ്ങൾ നോക്കുക. എക്സാമിന് വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക. തുടർന്നുള്ള ഓരോ കാര്യങ്ങളും സമയം കളയാതെ കൃത്യമായിട്ട് ചെയ്യുക.